ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MLT അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിയാണ്. നമ്മുടെ ഫൈനൽ ഇയർ BSc MLT സിലബസിലുള്ള ഹിസ്റ്റോപത്തോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി അഥവാ EHC എന്ന് നമ്മൾ പറയും. സോ എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി ആക്ച്വലി ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബിക്കോസ് ഓരോ എൻസൈമിൻ്റെ ഡെമോൺസ്ട്രേഷനും ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി എൻസൈമിനെ ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ എല്ലാ ഡെമോൺസ്ട്രേഷനും പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ട്യൂട്ടോറിയൽ കൊണ്ട് അത് അവസാനിക്കില്ല. സോ നമ്മളിവിടെ വളരെ ബ്രീഫായിട്ട് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടെക്നിക്സ് ആണ് ബേസിക്കലി ഓവറോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഈ എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിക്ക് നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഓരോ ഡിസീസിൻ്റെ ഡയഗ്നോസിസിനും എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ കൺട്രോൾ സെക്ഷൻസിൻ്റെ യൂസ് എന്താണ് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിയിൽ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു എൻസൈമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. സോ ബിഫോർ ഗോയിങ് ഓൺ ടു എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി നമുക്ക് എൻസൈമിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടി റീകോൾ ചെയ്യാം. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ദാറ്റ് ആക്സിലറേറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാനോ ആക്സിലറേറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റിനെയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. Enzymes are usually protein in nature. Now, what is enzyme histochemistry? Utilizing histochemical techniques to demonstrate enzyme in the tissues. ടിഷ്യൂസിലുള്ള സെല്ലുലാർ ലെവലിൽ കാണുന്ന എൻസൈംസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഹിസ്റ്റോളജിക്കൽ സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വി കോൾ ദം എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി. Preservation of enzyme. For good demonstration, maximum amount of enzyme activity should be preserved with accurate localization and by preventing diffusion of enzyme. സോ എൻസൈമിനെ കറക്റ്റായിട്ട് നമുക്ക് ടിഷ്യൂസിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലോക്കലൈസേഷൻ കറക്റ്റായിരിക്കണം. ഈ സെൽ മെംബ്രെയിനിലോ സൈറ്റോപ്ലാസത്തിലോ സൈറ്റോപ്ലാസ്മിക് ഓർഗനലൈസിലോ അങ്ങനെയൊക്കെ കാണുന്ന എൻസൈംസ് ആണെങ്കിൽ അതേ പർട്ടിക്കുലർ സൈറ്റിൽ തന്നെ നമുക്കതിനെ സ്റ്റെയിനിങ്ങിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് ആക്യുറേറ്റ് ലോക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബൈ പ്രിവെൻറ്റിംഗ് ദ ഡിഫ്യൂഷൻ ഓഫ് എൻസൈം. സോ അത് കാണപ്പെടുന്ന സൈറ്റിൽ നിന്ന് അത് മറ്റൊരു സൈറ്റിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ പാടില്ല. സോ ദിസ് ഈസ് ദ ബേസിക് ആസ്പെക്റ്റ് ഓഫ് എൻസൈം ആക്ടിവിറ്റി. സോ എൻസൈം ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ആക്യുറേറ്റ് ലോക്കലൈസേഷൻ ആൻഡ് ബൈ പ്രിവെൻറ്റിംഗ് ദ ഡിഫ്യൂഷൻ ഓഫ് എൻസൈം. സോ ഡിഫ്യൂഷൻ ഓഫ് എൻസൈംസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻസൈംസിനെ രണ്ടായി തരംതിരിക്കാം. ലയോ എൻസൈംസ്, ഡെസ്മോ എൻസൈം. ലയോ എൻസൈംസ് ആർ ഡിസോൾവ്ഡ് ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് ദേ ആർ ലൈക്ലി ടു ഡിഫ്യൂസ്. സൈറ്റോപ്ലാസത്തിൽ ഡിസോൾവ്ഡ് ആയി കിടക്കുന്ന എൻസൈംസ് ആണ് ലയോ എൻസൈംസ്. അതുകൊണ്ട് തന്നെ അത് ഡിഫ്യൂസ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെസ്മോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസ്മിക് കോൺസ്റ്റിറ്റ്യുവൻസുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഡിഫ്യൂസ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കുറവാണ്. സാമ്പിൾ പ്രിപ്പറേഷൻ ഫോർ എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി. സോ നോർമൽ ആയിട്ടുള്ള കൺവെൻഷണൽ സ്റ്റെയിനിങ് മെത്തേഡ്സ്, കൺവെൻഷണൽ ഫിക്സേറ്റീവ്സ് ഓർ കൺവെൻഷണൽ പാരഫിൻ എംബഡഡ് സെക്ഷൻസ് ഒന്നുമല്ല നമ്മൾ എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിക്ക് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് പ്രിപ്പറേഷൻ ഓർ ഫ്രോസൺ ഓർ ക്രയോസ്റ്റാറ്റ് ഓർ ഫ്രീസ് ഡ്രൈഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് EHCക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓട്ടോപ്സി ടിഷ്യൂസ് ആർ നെവർ സ്യൂട്ടബിൾ ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് എൻസൈംസ്. ഫിക്സേറ്റീവ്സ് ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് യൂസ് കോൾഡ് ഫിക്സേറ്റീവ്. ഐസ് കോൾഡ് ഫോർമലിൻ, ഐസ് കോൾഡ് ഫോർമോൾ കാൽഷ്യം, ഐസ് കോൾഡ് ആൽക്കഹോൾ, അങ്ങനെയുള്ള ഫിക്സേറ്റീവ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യും. സോ കോൾഡ് ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്താൽ മാത്രമേ എൻസൈം ആക്ടിവിറ്റീനെ കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്യാൻ സാധിക്കുള്ളൂ. Next is about the factors affecting enzyme activity. First one is temperature. Optimal temperature in enzyme histochemistry is 4 degrees centigrade to 30 degrees centigrade. So for proper enzyme demonstration in the tissues, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 4 ഡിഗ്രീസിനും 30 ഡിഗ്രീസിനും ഇടയിലാണ്. സിമിലർലി pH. ഒപ്റ്റിമം pH 7 ആണ്. പക്ഷേ ചില എൻസൈംസ് pH ഡിപ്പെൻഡൻ്റ് ആണ്. സോ അത്തരത്തിലുള്ള എൻസൈംസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള pH തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന് ഉദാഹരണമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇറ്റ് റിക്വയർസ് എൻ ആൽക്കലൈൻ pH ഓഫ് 9.2 ആൻഡ് ഓൾസോ ആസിഡ് ഫോസ്ഫറ്റേസ്, ആസിഡിക് pH ഓഫ് 5.0. നെക്സ്റ്റ് ഇസ് ഇൻഹിബിറ്റേഴ്സ്. എന്താണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻഹിബിറ്റേഴ്സ് ആർ കെമിക്കൽ സബ്സ്റ്റാൻസസ് വിച്ച് ക്യാൻ ഡിസ്ട്രോയ് എൻ എൻസൈം ഓർ വിച്ച് ക്യാൻ ഡിക്രീസ് ദി ആക്ടിവിറ്റി ഓഫ് എൻ എൻസൈം. ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റിനെ കുറയ്ക്കാൻ സാധിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഹിബിറ്റേഴ്സ് ക്യാൻ ബി സ്പെസിഫിക് ഇൻഹിബിറ്റേഴ്സ്, നോൺ സ്പെസിഫിക് ഇൻഹിബിറ്റേഴ്സ് ഓർ കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. സ്പെസിഫിക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു പ്രത്യേക എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ. ഫോർ എക്സാമ്പിൾ കോളിനെസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമിനെ മാത്രമായി ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിനെ ഡിക്രീസ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് എസറിൻ. എസറിൻ മറ്റൊരു എൻസൈമിനെ ഡിസ്ട്രോയ് ചെയ്തോളണമെന്നില്ല. സോ എസറിൻ ഇസ് സ്പെസിഫിക് ഫോർ കോളിനെസ്റ്ററേസ്. സോ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഹിബിറ്റേഴ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് നോൺ സ്പെസിഫിക് ഇൻഹിബിറ്റേഴ്സ്? എല്ലാ എൻസൈംസിനും ഈക്വലി, ഓരോ എൻസൈമിന് ഡിഫറൻസ് ഇല്ലാതെ എല്ലാ എൻസൈംസിനെയും കോമൺ ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഹിബിറ്റേഴ്സിനെയാണ് നോൺ സ്പെസിഫിക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഹീറ്റാണ്. വി നോ ദാറ്റ് എൻസൈംസ് ആർ ഹീറ്റ് ലബൈൽ. സോ ഹീറ്റ് അപ്ലൈ ചെയ്താൽ ഒരുവിധം എല്ലാ എൻസൈംസും എൻസൈം ആക്ടിവിറ്റീസും ഡിസ്ട്രോയിഡ് ആവും. നെക്സ്റ്റ് ഇസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് മെലോണേറ്റ് അയോൺസ് ഫോർ സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ്. സോ സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ റിയാക്റ്റീവ് സൈറ്റിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇൻഹിബിറ്ററാണ് മെലോണേറ്റ് അയോൺസ്. സോ സബ്സ്ട്രേറ്റും ഈ ഇൻഹിബിറ്ററും തമ്മിലൊരു എൻസൈം റിയാക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ നടക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എസ് എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. നെക്സ്റ്റ് ഈസ് ആക്ടിവേറ്റേഴ്സ്. ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഇൻക്രീസസ് ദി ആക്ടിവിറ്റി ഓഫ് എൻ എൻസൈം. എക്സാമ്പിൾ ഇസ് മെഗ്നീഷ്യം അയോൺസ്. ആൽക്കലൈൻ ഫോസ്ഫറ്റേസിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മൾ ഗൊമോറീസ് മെറ്റൽ പ്രിസിപ്പിറ്റേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെത്തേഡിൻ്റെ ഒരു ആക്ടിവേറ്റർ ആയിട്ട് നമുക്ക് മെഗ്നീഷ്യം അയോൺസിനെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്ടിവേറ്റേഴ്സ്. ഇനി അങ്ങോട്ട് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിയിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഇനി പറയുന്നത്. ഒന്നാണ് പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റ്, അടുത്തത് ഫൈനൽ റിയാക്ഷൻ പ്രോഡക്റ്റ്. ഒരു എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആദ്യത്തെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റിനെ ഇനി അങ്ങോട്ട് നമ്മൾ PRP എന്ന് വിളിക്കും. സോ PRP യൂഷ്വലി അൺകളേർഡും ഇൻസൊല്യൂബിളുമാണ്. ഒരു അൺകളേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ നമുക്കൊരിക്കലും സെക്ഷൻസിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? കളേർഡ് ആക്കി കൺവേർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ PRPനെ കളേർഡ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് ഫൈനൽ റിയാക്ഷൻ പ്രോഡക്റ്റ്. സോ ഇൻസോല്യൂബിൾ അൺകളേർഡ് ആയിട്ടുള്ള PRPനെ നമ്മൾ കളേർഡ് ഓർ ഒപ്പേക്ക് ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് പ്രോഡക്റ്റ് ഇസ് കോൾഡ് എസ് ഫൈനൽ റിയാക്ഷൻ പ്രോഡക്റ്റ്. സോ എൻസൈം സബ്സ്ട്രേറ്റ് കോമ്പിനേഷൻ്റെ റിസൾട്ടായിട്ട് ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഇസ് PRP and PRP will be uncolored and insoluble, and this product is again converted into FRP, which is colored and soluble. Okay. Next is the method of demonstration. So enzyme histochemistry ഓരോ എൻസൈംസും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ പലവിധ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സൈമൾട്ടേനിയസ് കപ്ലിംഗ്, പോസ്റ്റ് ഇൻക്യുബേഷൻ കപ്ലിംഗ്, സെൽഫ് കളേർഡ് സബ്സ്ട്രേറ്റ്, Intramolecular Rearrangement, and finally metal precipitation. ഈ 5 മെത്തേഡ്സ് ആണ് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിയിൽ നമ്മൾ കോമൺ ആയിട്ട് എംപ്ലോയ് ചെയ്യുന്ന ടെക്നിക്സ്. ആദ്യം സൈമൾട്ടേനിയസ് കപ്ലിംഗ് എന്താണെന്ന് നോക്കാം. സോ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് സൈമൾട്ടേനിയസ് കപ്ലിംഗ് എന്ന് വെച്ചാൽ കപ്ലിങ്ങും സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ നടക്കുന്നു. സോ എൻസൈം റിയാക്ഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് ആക്ച്വലി കപ്ലിംഗ്. ബട്ട് സൈമൾട്ടേനിയസ് കപ്ലിങ്ങിൻ്റെ കേസിൽ എൻസൈം റിയാക്ഷനോടൊപ്പം തന്നെ കപ്ലിംഗ് കൂടി നടക്കുന്നു. സോ എങ്ങനെയാണ് ആ റിയാക്ഷൻ പോകുന്നത് നോക്കാം. സബ്സ്ട്രേറ്റ് എൻസൈം ഇൻ്റർസെക്ഷൻ, ഇറ്റ് ഫോംസ് ഇൻവിസിബിൾ പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റ്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടിഷ്യൂ സെക്ഷനിൽ എൻസൈം നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട എൻസൈം ഉണ്ടാകും. ആ എൻസൈം നമ്മൾ കൊടുക്കുന്ന സബ്സ്ട്രേറ്റിനെ എന്താക്കി മാറ്റുന്നു? ഒരു ഇൻവിസിബിൾ ആയിട്ട്, ഇൻവിസിബിൾ മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് അൺകളേർഡ് ആണെന്നാണ്. അൺകളേർഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്യുന്നു. ആ അൺകളേർഡ് പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റിനെ നമ്മൾ ഡയസോണിയം സോൾട്ട് വെച്ച് കപ്പിൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ കളേർഡ് കോംപ്ലക്സ്. ആ കളേർഡ് ആയിട്ടുള്ള ഫൈനൽ റിയാക്ഷൻ പ്രോഡക്റ്റ് ഒരു FRPനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക്കലി. സോ വൈ ഇറ്റ് ഈസ് കോൾഡ് എ സൈമൾട്ടേനിയസ്? ബിക്കോസ് ഒരു സിംഗിൾ സൊല്യൂഷനിൽ, ഒരു സിംഗിൾ ഇൻക്യുബേഷൻ മിക്സ്ചറിൽ നമുക്ക് സബ്സ്ട്രേറ്റും അതേപോലെ തന്നെ ഡയസോണിയം സോൾട്ട്സും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് എ സൈമൾട്ടേനിയസ്. എൻസൈം റിയാക്ഷനോടൊപ്പം തന്നെ ഡയസോണിയം സോൾട്ട്സും ആയിട്ടുള്ള കപ്ലിംഗ് കൂടി നടക്കുന്നു. ആൻഡ് അതിനുള്ള ഒരു എക്സാമ്പിളാണ് AZO-DYE മെത്തേഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫോസ്ഫറ്റേസസ്. നെക്സ്റ്റ് ഇസ് പോസ്റ്റ് ഇൻക്യുബേഷൻ കപ്ലിംഗ്.
ഇൻ കേസ് ഓഫ് പോസ്റ്റ് ഇൻക്യുബേഷൻ കപ്ലിംഗ്, ഇവിടെ സൈമൾട്ടേനിയസ് കപ്ലിംഗ് എന്നുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പോസ്റ്റ് ഇൻക്യുബേഷൻ കപ്ലിംഗ്, ഫസ്റ്റ് ഇൻക്യുബേഷൻ ആൻഡ് ആഫ്റ്റർ ഇൻക്യുബേഷൻ വി വിൽ ഗോ ഫോർ കപ്ലിംഗ്. ആദ്യം നമ്മൾ ഇൻക്യുബേഷൻ ചെയ്യുന്നു, എൻസൈമുമായിട്ടുള്ള റിയാക്ഷൻ നടത്തുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, ആൻഡ് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ പിന്നെ നമ്മൾ വേറൊരു സൊല്യൂഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ കപ്ലിംഗ് ചെയ്യുന്നത്. സോ സബ്സ്ട്രേറ്റ് ഫോർ എൻസൈം ഹൈഡ്രോളിസിസ് ആൻഡ് ഡയസോണിയം സോൾട്ട്സ് ഫോർ കപ്ലിംഗ് ആർ പ്രൊവൈഡഡ് ഇൻ സെപ്പറേറ്റ് സൊല്യൂഷൻ. അതാണ് ഇതിൻ്റെ ബേസിക് ഡിഫറൻസ്. സൈമൾട്ടേനിയസ് കപ്ലിങ്ങും പോസ്റ്റ് ഇൻക്യുബേഷൻ കപ്ലിംഗ് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് അതാണ്. സൈമൾട്ടേനിയസ് കപ്ലിംഗ് രണ്ട് സബ്സ്ട്രേറ്റ് ആസ് വെൽ ആസ് ഡയസോണിയം സോൾട്ട് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ സിംഗിൾ സൊല്യൂഷൻ. അതേസമയം ഇവിടെ സബ്സ്ട്രേറ്റും ഡയസോണിയം സോൾട്ട്സും ടു സൊല്യൂഷനിലാണ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള എൻസൈം ഹൈഡ്രോളിസിസ്, എൻസൈം will combine with the substrate to form a colorless insoluble PRP. അതിനുശേഷം ഈ കളർലെസ് ഇൻസോലുബിൾ PRP വേറൊരു സൊല്യൂഷനിൽ ഡയസോണിയം സോൾട്ട്സുമായിട്ട് കപ്ലിംഗ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഫോംസ് കളേർഡ് ഒപ്പേക്ക് സബ്സ്റ്റൻസ്. സോ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ബേസിക് അഡ്വാൻറ്റേജ്? എൻസൈം റിയാക്ഷനും കപ്ലിങ്ങിനും ഡിഫറെൻറ്റ് pH ആണ് ആവശ്യമെങ്കിൽ അത് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ വഴി കൊടുക്കാൻ സാധിക്കുന്നു. ബിക്കോസ് നമ്മൾ രണ്ട് സൊല്യൂഷനിലായതുകൊണ്ട് രണ്ടിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള pH ഡിഫറെൻ്റ് ആണെങ്കിൽ അത് നമുക്ക് ഈസിലി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. Deleterious effect of diazonium salts and enzyme substrate reaction can be avoided. ചില ഡയസോണിയം സോൾട്ട്സ് എന്ന് പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡയസോണിയം സോൾട്ട്സ് ഒരു സെപ്പറേറ്റ് സൊല്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഇൻഹിബിഷൻ്റെ ചാൻസ് അവിടെ വരുന്നേ ഇല്ല. സോ ദാറ്റ് ഈസ് ദ ബേസിക് അഡ്വാൻറ്റേജ് ഓഫ് പോസ്റ്റ് ഇൻക്യുബേഷൻ കപ്ലിംഗ്. നെക്സ്റ്റ് ഇസ് സെൽഫ് കളേർഡ് സബ്സ്ട്രേറ്റ്. ഹിയർ substrate itself is colored. സെൽഫ് കളേർഡ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് തന്നെ കളേർഡാണ്, കളേർഡുമാണ്, സൊല്യൂബിളുമാണ്. സോ കളേർഡ് ആൻഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റിനെ എൻസൈമുമായിട്ട് കമ്പൈൻ ചെയ്യിക്കുമ്പോൾ എൻസൈം അതിൻ്റെ സൊല്യൂബിലൈസിങ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു വിത്തൗട്ട് ഇൻ്റർഫിയറിങ് ദി കളർ. കളറിന് ഒരു മാറ്റവും വരുത്തുന്നില്ല, പക്ഷേ സൊല്യൂബിലൈസിങ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുമ്പോൾ അതൊരു ഇൻസൊല്യൂബിളും കളേർഡും ആയിട്ടുള്ളൊരു പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അത് ഡയറക്റ്റ്ലി ഏത് സൈറ്റിലാണോ എൻസൈം ഉള്ളത് ആ സൈറ്റിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമുക്കതിനെ മൈക്രോസ്കോപ്പിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഇസ് ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റ്. ഇവിടെ കളർലെസ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റിനെ എൻസൈമിൻ്റെ പ്രസൻസിൽ ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ കളേർഡായിട്ട് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അത് എൻസൈം സൈറ്റിൽ ഡെപ്പോസിറ്റഡ് ആയി കിടക്കുന്നു. നെക്സ്റ്റ് ഇസ് മെറ്റൽ പ്രസിപ്പിറ്റേഷൻ. മെറ്റൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് കോമൺലി നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് ഫോസ്ഫറ്റേസസ് എൻസൈമിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. സോ ഫോസ്ഫറ്റേസസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സബ്സ്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്താൽ ഈ ഫോസ്ഫറ്റേസ് സബ്സ്ട്രേറ്റിന് മുകളിൽ ആക്ട് ചെയ്യുകയും ഫോസ്ഫേറ്റ് അയോൺസ് റിലീസ് ആവുകയും ചെയ്യുന്നു. റിലീസായ ഫോസ്ഫേറ്റ് അയോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽ കാറ്റയോൺസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് കാൽഷ്യം ആൻഡ് ലെഡ് ആണ്. മെറ്റൽ കാറ്റയോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മെറ്റൽ ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു. ബട്ട് മെറ്റൽ ഫോസ്ഫേറ്റ് ഇൻവിസിബിൾ ആണ്. സോ മെറ്റൽ ഫോസ്ഫേറ്റ് ഇസ് കപ്പിൾഡ് വിത്ത് അമോണിയം സൾഫൈഡ് ടു ഫോം ബ്ലാക്ക് കളേർഡ് സൾഫൈഡ്സ്. ഈ ബ്ലാക്ക് കളേർഡ് സൾഫൈഡ്സ് ആണ് നമ്മൾ സെക്ഷനിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾസോ ഒരു സൈമൾട്ടേനിയസ് കപ്ലിംഗ് റിയാക്ഷൻ തന്നെയാണ്. ബിക്കോസ് സബ്സ്ട്രേറ്റും മെറ്റൽ കാറ്റയോൺസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ സൊല്യൂഷനിലാണ്. ബട്ട് വി ആർ യൂസിങ് ഇവിടെ നമ്മൾ ഡയസോണിയം സോൾട്ട്സിന് പകരം ഉപയോഗിക്കുന്നത് മെറ്റൽ കാറ്റയോൺസ് ആണ് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് മെറ്റൽ പ്രസിപ്പിറ്റേഷൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ ജനറലായിട്ട് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിയിൽ എംപ്ലോയ് ചെയ്യുന്ന ടെക്നിക്സുകൾ. അടുത്തതായി നമ്മൾ പറയുന്നത് യൂസ് ഓഫ് കൺട്രോൾസ് ഇൻ എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി ആണ്. സോ എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിയിൽ നമ്മൾ കോമൺ ആയിട്ട് സബ്സ്ട്രേറ്റ്സ്, ഡയസോണിയം സോൾട്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള റിയേജൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ റിയേജൻസ് ഇൻ കേസ് അതിൻ്റെ ആക്ടിവിറ്റി ഡിസ്ട്രോയിഡ് ആയി പോകുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു എ ഫാൾസ് പോസിറ്റീവ് ഓർ എ ഫാൾസ് നെഗറ്റീവ് റിസൾട്ട്സ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിക്ക് ഒരു ടെസ്റ്റ് സെക്ഷൻസിൻ്റെ കൂടെ നമ്മൾ കൺട്രോൾ സെക്ഷൻസും പ്രൊവൈഡ് ചെയ്യണം. കൺട്രോൾ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോസിറ്റീവ് കൺട്രോളും ഉണ്ടാകും, ഒരു നെഗറ്റീവ് കൺട്രോളും ഉണ്ടാകും. പോസിറ്റീവ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാ റിയേജൻസും സ്യൂട്ടബിളി വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് കൺട്രോളും നമ്മൾ സെറ്റ് ചെയ്യണം. സോ നെഗറ്റീവ് കൺട്രോൾസ് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യാം? 3 മെത്തേഡ്സ് ആണുള്ളത്. ഡിസ്ട്രോയിങ് ദി എൻസൈം ഇൻ ദ ടെസ്റ്റ് സെക്ഷൻ ബൈ ഇമ്മേഴ്സിങ് ഇൻ ബോയിലിംഗ് വാട്ടർ ഫോർ 15 minutes. നമ്മുടെ ടെസ്റ്റ് സെക്ഷനിലുള്ള എൻസൈമിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമുക്ക്
ബോയിലിംഗ് വാട്ടറിൽ 15 minutes ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗിവ് എ നെഗറ്റീവ് റിസൾട്ട്. സോ ഒരു നെഗറ്റീവ് കൺട്രോൾ സെറ്റായി. അതേപോലെ തന്നെ ഒരു ഇൻഹിബിറ്റർ പ്രൊവൈഡ് ചെയ്യാം. നമ്മളുടെ ടെസ്റ്റ് സെക്ഷൻ്റെ കൂടെ തന്നെ ആ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്ററിനെ കൊടുക്കാം. സി ബൈ ഒമിറ്റിംഗ് ദ സബ്സ്ട്രേറ്റ് ഫ്രം ദ ഇൻക്യുബേഷൻ മീഡിയം. എൻസൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് സബ്സ്ട്രേറ്റിനെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യില്ല. സോ ദർ വിൽ ബി എ നെഗറ്റീവ് റിയാക്ഷൻ. അങ്ങനെ ഈ 3 രീതിയിൽ നമുക്ക് നെഗറ്റീവ് കൺട്രോൾസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ദി ആപ്ലിക്കേഷൻ ഓഫ് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി. സോ ഏതെല്ലാം ഡിസീസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി കോമൺ ആയിട്ടും എംപ്ലോയ് ചെയ്യുന്നത്, ഏതൊക്കെ ഡിസീസിന് ഏതൊക്കെ എൻസൈംസ് ആണ് സ്യൂട്ടബിളി യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇനി നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പത്തോളജിക്കൽ ഡയഗ്നോസിസ് ഓഫ് മസ്കുലാർ ഡിസോർഡർ. സോ മസ്കുലാർ ഡിസീസസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺലി എംപ്ലോയ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഇതെല്ലാം. ഏതൊക്കെയാണെന്ന് നോക്കാം. 5' ന്യൂക്ലിയോറിഡേസ്, അഡിനോസിൻ ട്രൈഫോസ്ഫറ്റേസ്, സൈറ്റോക്രോം ഓക്സിഡേസ്, ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനേസ്, കോളിൻ എസ്റ്ററേസ്, മോണോഅമീൻ ഓക്സിഡേസ് ആൻഡ് ഫോസ്ഫോറിലേസ്. സോ ഇത്രയും എൻസൈംസിൻ്റെ ഹിസ്റ്റോകെമിസ്ട്രി വഴി നമുക്ക് മസ്കുലാർ ഡിസോർഡേഴ്സ് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഡയഗ്നോസിസ് ഓഫ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ് ആണ്. സോ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ് ടൈപ്പ് 1 അഥവാ വോൺ ഗിർക്ക് ഡിസീസ്, അവിടെ ഡെഫിഷ്യൻ്റ് ആവുന്ന എൻസൈം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് ആണ്. സോ ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി വഴി വി ക്യാൻ റൂൾ ഔട്ട് വോൺ ഗിർക്ക് ഡിസീസ്. സിമിലർലി ലിപ്പിഡ് സ്റ്റോറേജ് ഡിസീസ് ആയിട്ടുള്ള ഗോഷേഴ്സ് ഡിസീസ്, അത് ബീറ്റാ ഗ്ലൂക്കോസിഡേസ് എൻസൈം ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത്. ബട്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡിസീസിൽ ആസിഡ് ഫോസ്ഫറ്റേസ് എൻസൈം ലെവൽ കൂടി എലിവേറ്റഡ് ആയിരിക്കും. സോ ഈ 2 എൻസൈംസ് വഴി നമുക്ക് ലിപ്പിഡ് സ്റ്റോറേജ് ഡിസീസസ് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ കൊളസ്ട്രൈൽ എസ്റ്റർ സ്റ്റോറേജ് ഡിസീസ് വിച്ച് ഇസ് യൂഷ്വലി ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് കോളിൻ എസ്റ്ററേസ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ EHC എംപ്ലോയ് ചെയ്യുന്നത് ഹെമറ്റോ ലിംഫോയിഡ് മാലിഗ്നൻസീസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ എൻസൈംസ് ആണ് അതിൽ വരുന്നത്? പെറോക്സിഡേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ആസിഡ് ഫോസ്ഫറ്റേസ്, ബീറ്റാ ഗ്ലൂക്യുറോണിഡേസ്, നോൺ സ്പെസിഫിക് എസ്റ്ററേസ്, ഡോപ്പ ഓക്സിഡേസ് ആൻഡ് ക്ലോറോ എസറ്റേറ്റ് എസ്റ്ററേസ്. ഇത്രയും എൻസൈംസിൻ്റെ ഹിസ്റ്റോകെമിസ്ട്രി വഴി വി ക്യാൻ റൂൾ ഔട്ട് ഹെമറ്റോ ലിംഫോയിഡ് മാലിഗ്നൻസീസ്. സോ ഓരോ എൻസൈംസും ഓരോ ലിംഫോയിഡ് മാലിഗ്നൻസീസിനോ അല്ലെങ്കിൽ ഓരോ ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസിനോ സ്പെസിഫിക് ആയിരിക്കാം. സോ ദീസ് ആർ ദി വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാ എൻസൈംസും ഇത്രയും പ്രിൻസിപ്പിൾസ് എന്തായാലും നമ്മൾ എഴുതണം. ഏതൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് എഴുതണം, ആപ്ലിക്കേഷൻസ് എഴുതണം, കൺട്രോൾസിൻ്റെ കാര്യം എഴുതണം, ഇത്രയും കാര്യം സാമ്പിൾ പ്രിപ്പറേഷൻ്റെ കാര്യം മസ്റ്റായിട്ടും എഴുതണം. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ് പിന്നെ ഈച്ച് ആൻഡ് എവറി എൻസൈമും അതിൻ്റെ ഡിറ്റർമിനേഷനും എഴുതാൻ ഒരിക്കലും നമുക്ക് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൊസീജിയേഴ്സ് എഴുതി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എൻസൈമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്നിക്സ് എഴുതാം. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസസിൻ്റെ ഡിറ്റർമിനേഷനാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള pH നമ്മൾ ഓൾറെഡി പറഞ്ഞു 9.2 ആണ് pH. എനിവേ ആ റേഞ്ച് എന്ന് പറയുന്നത് 9 to 9.6 ആണ്. ആൻഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എൻസൈംസ് ആസ് ആക്ടിവേറ്റഡ് ബൈ മെഗ്നീഷ്യം, മാംഗനീസ് ആൻഡ് കൊബാൾട്ട് അയോൺസ്. പിന്നെ ഇതിൻ്റെ ഇൻഹിബിറ്റേഴ്സ് ആണ് സയനൈഡും സിസ്റ്റീനും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് കൺട്രോൾ സെറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ സയനൈഡ് ആൻഡ് സിസ്റ്റീൻ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്താൽ മതിയാകും. സോ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഡെമോൺസ്ട്രേഷന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഗൊമോറീസ് കാൽഷ്യം ഫോസ്ഫേറ്റ് മെത്തേഡാണ്. അതൊരു മെറ്റൽ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കാണ്, മെറ്റൽ പ്രിസിപ്പിറ്റേഷൻ മെത്തേഡാണ്. സെക്കൻഡ് വൺ ഇസ് AZO-DYE കപ്ലിംഗ് മെത്തേഡ്സ്. AZO-DYE കപ്ലിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സൈമൾട്ടേനിയസ് കപ്ലിങ്ങും പോസ്റ്റ് ഇൻക്യുബേഷൻ കപ്ലിംഗ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AZO-DYE സൈമൾട്ടേനിയസ് കപ്ലിംഗ് മെത്തേഡ് യൂസിങ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് നാഫ്തോൾ. സോ ദ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സബ്സ്ട്രേറ്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നാഫ്തോൾ ഫോസ്ഫോറിക് ആസിഡ് എസ്റ്റർ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്ട്രേറ്റ്. സോ ദിസ് സബ്സ്ട്രേറ്റ് വിൽ കമ്പൈൻ വിത്ത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആൻഡ് ഇറ്റ് ഫോം ഇൻസോല്യൂബിൾ നാഫ്തോൾ ഡെറിവേറ്റീവ്സ്. ഇൻസോല്യൂബിൾ ആണ്, ഇൻസോല്യൂബിൾ ആണെന്ന് മാത്രമല്ല ഇറ്റ് ഈസ് ഇൻവിസിബിൾ ഓൾസോ, അൺകളേർഡ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റ്. ഈ പ്രൈമറി റിയാക്ഷൻ പ്രോഡക്റ്റ് പിന്നെ ഡയസോണിയം സോൾട്ട്സ് ആയിട്ട് കപ്പിൾ ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്
insoluble AZO-DYE at the site of enzyme activity. സോ ഇതിനാവശ്യമായിട്ടുള്ള ഇൻക്യുബേഷൻ മിക്സ്ചർ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു pH. സുട്രസ് ബഫർ വിത്ത് pH of 9.1. ദെൻ ഡിസ്റ്റിൽ വാട്ടർ, സബ്സ്ട്രേറ്റ് സൊല്യൂഷൻ, നാഫ്തോൾ ഫോസ്ഫോറിക് ആസിഡ് അടങ്ങുന്ന സബ്സ്ട്രേറ്റ് സൊല്യൂഷൻ, ദെൻ ഒരു ഡയസോണിയം സോൾട്ട്. ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് കാർണറ്റ് GBC സോൾട്ടാണ്. സോ വാട്ട് ഈസ് ദ പ്രൊസീജിയർ? ഫിക്സ് സെക്ഷൻ ഇൻ മെത്തനോൾ ഓർ കോൾഡ് അസറ്റോൺ ഇൻ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ഫോർ 30 seconds. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് യൂസ് എ കോൾഡ് ഫിക്സേറ്റീവ്. ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 4 degreesനും 30 degreesനും ഇടയിലാണ്. സോ കോൾഡ് അസറ്റോണിൽ നമ്മൾ സെക്ഷൻ ഫിക്സ് ചെയ്യുന്നു 30 seconds. ദെൻ ഡിസ്റ്റിൽ വാട്ടറിൽ റിൻസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഇൻക്യുബേഷൻ മിക്സ്ചർ, ഇവിടെ അപ്പോൾ സൈമൾട്ടേനിയസ് കപ്ലിംഗ് ആണ്, ബിക്കോസ് സിംഗിൾ ഇൻക്യുബേഷൻ മിക്സ്ചർ ആണ്. അതിൽ തന്നെ സബ്സ്ട്രേറ്റും ഉണ്ട്, ഡയസോണിയം സോൾട്ടും ഉണ്ട്, സ്യൂട്ടബിൾ pH കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ട്രിസ് ബഫറും ഉണ്ട്. സോ 1 to 2 hours at room temperature ഈ ഇൻക്യുബേഷൻ മിക്സിൽ നമ്മൾ ടെസ്റ്റ് സെക്ഷൻ പ്ലേസ് ചെയ്യുന്നു. ദെൻ റിൻസ് ഇൻ വാട്ടർ, കൗണ്ടർ സ്റ്റെയിൻ വിത്ത് ഹെമറ്റോക്സിലിൻ ആൻഡ് മൗണ്ട് ഇൻ ഗ്ലിസറിൻ. ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ. സോ പോസിറ്റീവ് റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാനുലർ ഡാർക്ക് ബ്രൗൺ ഡെപ്പോസിറ്റ്സ് ആയിരിക്കും നമുക്ക് സെക്ഷൻസിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇതൊക്കെയാണ് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ജനറലായിട്ട് ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആവശ്യമാണെങ്കിൽ അതേതാണെന്നും കൂടി താഴെ പോസ്റ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.